നമ്മൾ പരിപ്പും സ്പീനാച്ചും കൂടെ ഉള്ള ഒരു കറിയാണ് വെക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് 1 കപ്പ് പരിപ്പ് 3-4 പ്രാവശ്യം കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ടു. ഇനി നമ്മൾ 1 സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് സ്പീനാച്ചിൻ്റെ ഇല നല്ലവണ്ണം കഴുകിയെടുത്ത് നമ്മൾ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുവാണേ. അത് ഇത് 1 പാക്കറ്റ് ഇല വാങ്ങിച്ചതാ. അത് ഫുള്ളങ്ങ് ഇട്ട് കൊടുക്കുക. നല്ല ഹെൽത്തി ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചതച്ചെടുക്കണം. ഇതിന് കുറച്ച് ചെറിയ ജീരകം, ഒരു പരിപ്പ് അല്ലേ വെക്കുന്നത്, അപ്പം നമ്മൾ നല്ലവണ്ണം ഗ്യാസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു 4 അല്ലി വെളുത്തുള്ളി കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു 2 പച്ചമുളക് നടുവേ പൊടിച്ചത്. ഈ മുളക് കീറി വെച്ചേക്കുന്നത് നമുക്ക് അത് വറവിടുമ്പം ചേർക്കാൻ വേണ്ടിയാണ്. ഇനി ഉള്ളിയും ഈ മുളകും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് കുക്കറിലൊരു 2 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് പരിപ്പ് വേവും. കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ഒന്ന് പ്രഷറൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. ഇപ്പം പരിപ്പ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറവ് ഇടുന്നത് കാണാം. 3 വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പം തുറന്ന് നോക്കിയപ്പോൾ ഈ അവസ്ഥയിലുണ്ട്. നമ്മുടെ സ്പീനാച്ചൊക്കെ നല്ലവണ്ണം വെന്ത പരിപ്പുമായിട്ട് ചേർന്നിരിക്കുവാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു കടുക് ഒക്കെ താളിച്ചൊഴിക്കാം. അപ്പം നമുക്ക് കാണാം എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നതെന്ന്. വെരി ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണിത്. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാൻ വേണ്ടി ഒരു ചെറിയ പാനിൽ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് നമുക്ക് കടുകിടാം. ഈ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചെറിയതായിട്ട് മുറിച്ചെടുത്ത ചുവന്ന മുളക് അതും കൂടെ ചേർക്കാം. വറ്റൽമുളക് ചെറുതായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ പുളി വേണം. അതിനു വേണ്ടി നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി തരണേ. അപ്പം നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പിലേക്ക് നമ്മുടെ തക്കാളിയൊക്കെ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഈ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്രമാത്രം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം.